ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഉന്നതമത വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ യുവതലമുറയെ തിന്മയിൽ നിന്നും അകറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നു വരുന്ന യുവതലമുറയിൽ അധാർമികത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഉന്നത മതവിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ തിന്മകളിൽ നിന്ന് അകന്ന കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പല ആളുകളും പല ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം ആത്മീയ സംഗമങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പല പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊക്കെ പരിഹാരം തേടുന്നതിന് വേണ്ടി മഹാനവറുകളുടെ ഓരത്തിൽ നിന്നുകൊണ്ട് തന്നെ, ചാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ മജീസ് നൂറ് ചൊല്ലുകയും അതിനോടനുബന്ധിച്ച് അള്ളാഹിനോട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ മഹാനവറുകളുടെ ചാരത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കുകയും അവതരിപ്പിക്കുകയും അതിലെ പരിഹാരത്തിന് പ്രതിവിധിക്ക് വേണ്ടിയാണ് നാം എല്ലാവരും സന്നിധരായത്. അള്ളാഹു നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ച് അതിലല്ലാഹു തക്കതായ ഉത്തരം അള്ളാഹു നൽകി നമ്മുടെ എല്ലാവരുടെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവുന്ന നമ്മളെ പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം വേദികൾ ഇസ്ലാമിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് പഠിക്കേണ്ട വേദികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദീൻ അറിയാത്ത, പഠിക്കാൻ കഴിയാത്ത ആളുകൾ ധാരാളമുണ്ടാകും. ചെറിയ പ്രായത്തിൽ മതപരമായ ദീനി വിദ്യാഭ്യാസം, മതപരമായ അറിവ് നേടാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഇത്തരം വേദികളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ അത് ജീവിതത്തിൽ പകർത്തണമെന്നുള്ളതാണ്. നാം ഇന്ന് ഇരിക്കുന്നതിന് മഹാനവറുകളുടെ ഓരത്താണ്, ചാരത്താണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേകതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവരൊക്കെ മഹാനവറുകളായത് തന്നെ എന്തുകൊണ്ടാണ് എന്നുള്ള വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന മജ്‌ലിസ് സുന്നീർ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് ഫാരിസ് മൻസൂർ ഫൈസി ലക്ഷദ്വീപ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി മജ്‌ലിസ് സുന്നീറിന് നേതൃത്വം നൽകി. വാഴക്കോട് മഹല്ല് ഖത്തീബ് ഹംസ ബക്കാഫി, മുഹമ്മദ് റഷീദ് സഖാഫി, TH ഉമ്മർ ധാരിമി, KM ഉസ്മാൻ മുസ്ലിയാർ, PS ഖമറുദ്ദീൻ മൗലവി, മുഹിയുദ്ദീൻ ഹാജി, മുനീർ ഉസ്താദ്, മുഹമ്മദ് ഫവാസ്, KA ഹംസക്കുട്ടി മൗലവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടത്തപ്പെടുന്ന മൗലൂദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനം കുറിക്കും. CCV ന്യൂസ്, ചേലക്കര.